സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ അതോ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളൊരു സജഷനാണ് നമ്മളിന്ന് യൂണിവേഴ്സിൽ നിന്നും എടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങളിൽ പലരും ഇപ്പോഴും ആ ഒരു പേഴ്സണെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഏറെക്കുറെ നാളുകളായിട്ടുണ്ടായിരിക്കും നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മാറ്റം ഈ ഒരു റിലേഷൻഷിപ്പിൽ വരണം എന്നുള്ളൊരാഗ്രഹത്തോടെ ഇപ്പോഴും ഇതിൽ നിന്നും വിട്ടുപോകാതെ ഇതിൽ ആ ഒരു നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ വെയിറ്റിംഗ് എനർജി തന്നെയാണ് കാണിക്കുന്നത്. 4 ഓഫ് കപ്സ് ഈസ് വെയിറ്റിംഗ് എനർജി ആൻഡ് 8 ഓഫ് കപ്സ്. 8 ഓഫ് കപ്സ് അപ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം നിങ്ങൾ ഏറെക്കുറെ ഇതിൽ നിന്ന് മൂവിങ് ഓൺ ആയി എന്നുള്ളത്. പക്ഷേ അവിടെ അപ്രൈറ്റ് അല്ല, ഇത് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് നിങ്ങൾ സ്റ്റിൽ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് 7 ഓഫ് കപ്സ്, ഇവിടെ നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് പല ഓപ്പർച്യൂണിറ്റീസുകളും നിങ്ങളുടെ വഴിയെ തരുന്നുണ്ട്. പക്ഷെ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരു അവസ്ഥയിലാണ്. യൂണിവേഴ്സ് ഇവിടെ നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് നിങ്ങൾ പല കാര്യങ്ങൾക്കും, അതായത് നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള, നിങ്ങളില്ല എന്ന് വിചാരിക്കരുത്, നമുക്കില്ലാത്തതും ഉള്ളതായിട്ട് പല കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു ലോകത്ത് കണ്ണ് കേൾക്കാത്തതായിരിക്കും, കണ്ണ് കാണാത്തതായിരിക്കും, ചെവി കേൾക്കാത്ത ആൾക്കാരും, വളരെ ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത പാവപ്പെട്ട ആൾക്കാരും ജീവിക്കുന്നുണ്ട്. അവർക്കൊന്നുമില്ലാത്തത് പലതും നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളതിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ആക്കുന്നില്ല, അല്ലെങ്കിൽ നന്ദി പറയുന്നില്ല യൂണിവേഴ്സിനോട് എന്നുള്ളൊരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. അതില്ലാതെ നിങ്ങളുടെ എനർജീസിൽ ഇപ്പോഴും നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടൊരു കാര്യത്തെ മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇരുന്ന് നെഗറ്റിവിറ്റി കൂട്ടുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ എനർജിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജിയാണ് പറയുന്നത് ഏതൊരു കാര്യത്തെയും നിങ്ങളത് ഈ ഒരു കാര്യത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നൊരു എനർജി കിട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ എനർജി ടോട്ടൽ ഓറയിൽ തന്നെ നെഗറ്റീവായിട്ട് ഒരു വന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ആൻഡ് ഫ്രം ദ യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് എന്തോ ഒരു നീരസം ഇവിടെ കാണിക്കുന്നുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കുള്ളതിൽ നിങ്ങൾ നന്ദി പറയുന്നില്ല, എൻ്റെ അടുത്ത് ഇല്ലാത്തതിനെ പറ്റി കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ കുറേ പേർക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് കേട്ടോ. 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ആൻഡ് കുറേ പേർക്കെങ്കിലും ഇവരെ, നിങ്ങളെ പേഴ്സണെ പലപ്പോഴും ഡ്രീംസിൽ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അതിൽ ഡ്രീംസിൽ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തോട്ട്സുകൾ ഏറെക്കുറെ നിങ്ങളിൽ റിഫ്ലക്റ്റ് ആകുന്നുണ്ട് എന്നാണ് ഈ ഡ്രീംസ് വഴി യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നല്ല ഡ്രീംസ് ആണെങ്കിൽ, അവരെ പറ്റി നല്ല എന്തെങ്കിലും ഡ്രീംസ് ആണെങ്കിൽ അവരൊരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ആൻഡ് അവരെ പറ്റി എന്തെങ്കിലും മോശം ഡ്രീംസ് ആണ് കാണുന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്ക് എടുക്കുക അത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേഴ്സണിൻ്റെ കാര്യത്തിൽ ഇത് വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ആവണോ എന്നുള്ളൊരു ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എനർജി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾക്കറിയണം എന്താണ് ഇനി അങ്ങോട്ടേക്ക് വേണ്ടത്. ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഇനി ടൈം കളയണോ, എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് ഇവിടെ പക്കായിട്ട് മറുപടി പറയുന്നുണ്ട്. ഇതിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, മൂവിങ് ഓൺ ആവാനായിട്ട് നിങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ എപ്പോൾ ഇതിൽ നിന്ന് മൂവിങ് ഓൺ ആവാനായിട്ട് ശ്രമിക്കുന്നുവോ മനസ്സുകൊണ്ട്, അതിൻ്റെ ഇപ്പോൾ റബ്ബർ ബാൻഡ് വലിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അത് വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ, ഇതിൽ നിന്ന് മൂവിങ് ഓൺ ആവാനായിട്ട് നിങ്ങൾ ശ്രമിച്ച് റബ്ബർ ബാൻഡ് പോലെ പിന്നോട്ട് പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ, റബ്ബർ ബാൻഡ് ഭയങ്കര ഷോർട്ടിൽ തന്നെ തിരിച്ചടിക്കും. ആ വലിച്ചതിനെക്കാട്ടിയും ഭയങ്കര ഒരു വേദനയായിരിക്കും കയ്യിലുണ്ടായിരിക്കുക. അപ്പം അതുപോലെയാണ് നിങ്ങളിതിൽ നിന്ന് മൂവ് ഓൺ ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് അതിനെ അനുവദിക്കുന്നില്ല. നിങ്ങളിതിൽ നിന്ന് മൂവിങ് ഓൺ ആവേണ്ടവരല്ല എന്നാണ് കാണിക്കുന്നത്. മൂവിങ് ഓൺ ആവാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കുറച്ച് നെഗറ്റീവ് വേയിലാണെന്ന് മാത്രം. അത് ശ്രമിക്കുമ്പോൾ അതേപടി അതിന് 10 മടങ്ങ് ഇരട്ടി നിങ്ങൾക്ക് മെമ്മറീസും അവരോട് അടുപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഇട്ടു തരുവാണ്. അങ്ങനെയാണ് കാണിക്കുന്നത്. ഈ ഒരു ബന്ധം ശരിക്കും പറഞ്ഞാൽ എത്ര മുറിച്ച് മാറ്റിയാലും മുറി കൂടുന്ന ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് ശരിയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ലെറ്റ് ഗോ ചെയ്യണം. വെയിറ്റ് ചെയ്യുന്നതോടൊപ്പം വെയിറ്റ് ചെയ്തോളൂ. അത് ഒരു കാലത്ത് എൻ്റെ അടുത്ത് വരും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എൻ്റെ അടുത്തിലേക്ക് വരുമെന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അത് നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ എനർജീസിൽ എനിക്ക് കിട്ടുന്നത്.
അയ്യോ എന്നെ ആ പേഴ്സൺ വിട്ടിട്ട് പോയി, ആ പേഴ്സൺ ഇനി വേറെ ആളെങ്കിലും ഉണ്ടായിരിക്കോ, ആ പേഴ്സൺ എങ്ങനെ പറ്റും, എനിക്കിനി ജീവിക്കണം എന്നില്ല, മുമ്പോട്ടേക്ക് എനിക്ക് ജീവിക്കണ്ട, ഈ ലൈഫ് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ചിന്താഗതിയാണ്. ഫുൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ബ്ലോക്കേജസ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. യൂണിവേഴ്സ് പറയുന്നത് വെയിറ്റ് ചെയ്യൂ, പക്ഷെ വെയിറ്റ് ചെയ്യേണ്ടത് ലെറ്റ് ഗോ ചെയ്തിട്ടാകണം, വിട്ടുകൊടുക്കുക. ആ ലെറ്റ് ഗോ ചെയ്യുമ്പോഴാണ് അവിടെ അട്രാക്ഷൻ വരുന്നത്. എന്തെങ്കിലും ലോ ഓഫ് അട്രാക്ഷനോ സ്പെൽ വർക്കോ ഹീലിങ്ങോ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിട്ടുകൊടുക്കുമ്പോഴാണ് അട്രാക്ഷനായിട്ട് തിരികെ വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും യൂണിവേഴ്സിൻ്റെ അടുത്ത് സറണ്ടർ ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഇപ്പോൾ സ്പെൽ വർക്ക് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹീലിംഗ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തിട്ടുള്ളവർക്ക് ചിലവർക്ക് നെഗറ്റീവായിട്ടുള്ള, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന് ഉൾട്ടായിട്ടായിരിക്കും റിസൾട്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക പലവർക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവിടെ യൂണിവേഴ്സിന് അത് വിട്ടു കൊടുക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ലെറ്റ് ഗോ ചെയ്യുക എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു എനർജി. എപ്പോഴും പറയും എൻ്റെ അടുത്ത്, മാഡം ഞാനിവിടെ പോസിറ്റീവായിട്ടാണ് ചെയ്തത്, പോസിറ്റീവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു ദിവസമെങ്കിലും നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അവിടെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ നിന്നായി ഇവിടെ നിന്ന് എനർജി കിട്ടുന്നത് തന്നെയാണ് പറയുന്നത്. ആ പേഴ്സൺ ഇപ്പോൾ വേറെ ആളായിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ എന്നെ ടോട്ടലി വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കും, എന്നെക്കുറിച്ച് ആലോചിക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല, എൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കിയില്ല. ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകളാണ് നിങ്ങളുടെ എനർജീസിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആ പേഴ്സൺ എനിക്ക് വിട്ട് കളയാൻ പറ്റില്ല, എനിക്കത് വേണം, ദൈവമേ എനിക്കത് വേണം, എനിക്ക് വിട്ട് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് കരഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ എനർജി അവിടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ടാണ് വരുന്നത്. നിങ്ങൾ എപ്പോൾ ലെറ്റ് ഗോ ചെയ്ത് വിട്ടു കൊടുക്കുന്നുവോ, യൂണിവേഴ്സിനോടുള്ള വിശ്വാസം ഫസ്റ്റ് ഓഫ് ഓൾ വേണം. വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 100 ടൈംസ് നമ്മൾ ഏതൊരു കാര്യമാണോ തിങ്ക് ചെയ്യുന്നത് അതാണ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക. ഇവൻ ഇപ്പോൾ ഗോഡിൻ്റെയും യൂണിവേഴ്സിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഗോഡിൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും, ഓക്കെ, നമ്മൾക്കത് ചിലത് നടക്കും ചിലത് നടക്കില്ല. യൂണിവേഴ്സിൻ്റെ അടുത്ത് എന്നുള്ളത് റിസൾട്ട് പക്കയാണ്. നിങ്ങൾ എന്ത് കാര്യമാണോ 100 ടൈംസ് തിങ്ക് ചെയ്യുന്നത്, അതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും, പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ 100 ടൈംസ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ. അത് എന്നും ഡെയിലി ആ ഒരു 5 to 10 മിനിറ്റ്സ് എങ്കിലും മെഡിറ്റേറ്റ് ചെയ്താലും മതി. ആ ഒരു തിങ്കിങ് പ്രോസസ്സ് എപ്പോഴും വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകും. അതാണ് യൂണിവേഴ്സ്. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് ലെറ്റ് ഗോ ചെയ്യുമ്പോഴാണ് അവർക്ക് നിങ്ങളിലേക്ക് അട്രാക്ഷൻ ഉണ്ടാക്കുക. കാരണം ഇതൊരു സോൾ കണക്ഷനാണ്, ഡിവൈൻ കണക്ഷനാണ്. സോൾ കണക്ഷനിൽ നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ അവർക്ക് അവിടെ എന്താ പറയുക, അവർക്കത് മനസ്സിലാകും. നിങ്ങളുടെ അഭാവം അവിടെ അറിഞ്ഞു തുടങ്ങുന്നത് അപ്പോഴായിരിക്കും.